നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞിന്റെ കണ്ടീഷൻ വെച്ചും നടത്താനുള്ള സൗകര്യം വെച്ചും എന്തുകൊണ്ടും അവിടെ വെച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. ചെലവ് നമുക്ക് വഹിക്കാം. അച്ഛ സേതു അങ്കിളിനൊന്ന് വിളിക്ക്. അവരെന്താ മനസ്സിൽ കണ്ടേക്കുന്നെന്ന് അറിയില്ലല്ലോ. ആതിരി മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചടങ്ങ് നടത്താനാ നമ്മുടെ ആഗ്രഹമൊന്ന് പറയേ. അപ്പൊ എന്താ പറയുന്നെന്ന് നോക്കാല്ലോ. അച്ഛൻ വിളിക്ക്. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ആവുമല്ലോ. വിളിക്കും മാഷേ. ഹലോ മാഷേ. സേതു, ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങും മറ്റ് ചടങ്ങുകളും ഒക്കെ നടത്തേണ്ടത് ഇവിടെയാണ്. ഇനി അതല്ല, നിങ്ങൾ മറ്റു വല്ലതും ചിന്തിക്കുന്നുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. ഇല്ലെങ്കിൽ നാളെ തന്നെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അത് തീരുമാനിക്കേണ്ടത് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാ. എങ്കിലും കുഞ്ഞിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യിക്കാതിരിക്കുന്ന നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ചടങ്ങുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്താം. അതല്ലേ നല്ലത്. സേതുവിന്റെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. മാഷിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? അപ്പോ അങ്ങനെ തന്നെ നടക്കട്ടെ. ശരി സേതു, എന്നാ ഓക്കെ. ശരി മാഷെ. ഞാൻ പറഞ്ഞത് തന്നെയല്ലേ സേതുങ്ങളും പറഞ്ഞത്? കുഞ്ഞിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് അവിടെ വെച്ച് നടത്താന്നാ സേതു പറയുന്നത്. അത് തന്നെയാ അതിന്റെ ശരി. ഇപ്പൊ അതിനൊരു തീരുമാനം ആയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവരെല്ലാം മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടാവൂന്ന്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ആദ്യം അവരുടെ അഭിപ്രായം വേണം ചോദിക്കാൻ. എന്നിട്ടേ നമ്മളൊരു തീരുമാനം എടുക്കാവൂ. അനൂപിനും കൂടെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ള സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട മാഷേ. അങ്ങനെ തന്നെ നടക്കട്ടെ. അച്ഛന് വിഷമമായിന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കൊണ്ടുവന്ന് ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഇതിനൊക്കെ വിഷമാവില്ലേ? അതുകൊണ്ട് അത് സാരമില്ല. നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.